142 കോടി ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് നെയിം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വെളിച്ചം വീശുകയാണ്. നരേന്ദ്രമോദി എന്ന പേരിന് കീഴിൽ ഇനി കൂടുതൽ സുരക്ഷിതമായ കാലങ്ങളായിരിക്കും രാജ്യത്തിന് സമ്മാനിക്കാൻ പോവുക. സ്ത്രീ സുരക്ഷയും രാജ്യസുരക്ഷയും ഉൾപ്പെടെ നിരവധി പദ്ധതികളിലൂന്നി വരുംകാല ഇന്ത്യയെ മാറ്റിയെടുക്കാനായിരിക്കും പുതിയ സർക്കാർ ശ്രമിക്കുക. ഗരീബ് കല്യാൺ യോജന, സ്ത്രീകളുടെ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികൾ, റോഡ് വികസനം തുടങ്ങി അനവധി പദ്ധതികളിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ദേശീയതയും വിദേശ നയവും ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും വരും സർക്കാർ മുന്നോട്ടു പോവുക. ഇവയെല്ലാം ചേർന്നു വരുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയ സുരക്ഷ. സ്ഫോടനങ്ങൾ, അക്രമങ്ങൾ, ജാതി-മത കലാപങ്ങൾ, പ്രാദേശികവാദം, പലായനങ്ങൾ തുടങ്ങിയവയുടെ സുരക്ഷിതമല്ലാത്ത രാജ്യമെന്ന പ്രതിച്ഛായയാണ് 60 വർഷത്തെ ഭരണം രാജ്യത്തിന് സമ്മാനിച്ചത്. പാകിസ്ഥാനുമായുള്ള നിരന്തര പോരാട്ടം, പാക് പിന്തുണയോടെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അയൽരാജ്യങ്ങളുമായുള്ള തർക്കങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം രാജ്യത്തിന് ചുറ്റും കരയിലും കടലിലും ചൈനീസ് സൈനിക സാന്നിധ്യം എന്നിവയിൽ ദുർബലമായ അവസ്ഥയിലായിരുന്നു ഇന്ത്യ. ഇവ കൂടാതെ രാഷ്ട്രീയ അസ്ഥിരത, കള്ളപ്പണം, കള്ളനോട്ടുകൾ, വിലക്കയറ്റം, അഴിമതി എന്നിവയുടെ സാന്നിധ്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെയും ദോഷകരമായി ബാധിച്ചിരുന്നു. ഇന്ധന സുരക്ഷ, പാരിസ്ഥിതിക സുരക്ഷ, ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ, സ്ത്രീ സുരക്ഷ തുടങ്ങിയ ദേശീയ സുരക്ഷയുടെ പാരമ്പര്യേതര മേഖലകളിലും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് ശക്തമാകുന്നതിൽ അന്നത്തെ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് വേണം തന്നെ കരുതാൻ. സുരക്ഷിതവും ഭദ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആത്മനിർഭർ ഭാരതമാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭീകരതയോട് സന്ധിയില്ലാത്ത നയമാണ് 2014 മുതൽ മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഭീകരത എന്ന വിപത്തിനെ നേരിടാൻ നയതന്ത്രത്തെയും സൈനിക ആക്രമണത്തെയും ബഹുരാഷ്ട്ര വേദികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ത്രിതല സമീപനം പ്രധാനമന്ത്രി അവലംബിക്കുകയുണ്ടായി. തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതിൻ്റെ നേതാക്കന്മാരെയും ഭീകരതയെ ഒരു നയമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയും തുറന്നുകാട്ടുവാനും ഒറ്റപ്പെടുത്താനുമുള്ള നയതന്ത്ര സമീപനമാണ് ആദ്യത്തേത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് സൈനികമായി തന്നെ ശക്തമായ മറുപടി നൽകുകയെന്ന നയമായിരുന്നു രണ്ടാമത് സ്വീകരിച്ചത്. ഭീകരതയെ ചെറുക്കുന്നതിന് ആഗോളതലത്തിലെ ബഹുരാഷ്ട്ര വേദികൾ ഉപയോഗപ്പെടുത്തുകയെന്നതായിരുന്നു അതിൽ പ്രധാനം. സാധാരണയായി ഭീകരർക്ക് മേൽ നടപടിയെടുക്കുമ്പോൾ വിവിധ സംഘടനകളുടെയും ഏജൻസികളുടെയും എല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ടായിരുന്നു ഇത്രനാൾ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോയത്. 2008 ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ആക്രമണം നടത്തുകയുണ്ടായി. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകിയ കഴിഞ്ഞ ഒരു ദശാബ്ദം അതിർത്തിയിലൊഴികെ ഭാരതത്തിലെ ഒരു സാധാരണ പൗരൻ്റെയും ജീവൻ ഭീകരാക്രമണത്തിലൂടെ നഷ്ടമായില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. എല്ലാ ശ്രമങ്ങളെയും അതിർത്തികളിൽ തന്നെ തടയുവാൻ വിവിധ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചു. പ്രതിരോധത്തിന് മാത്രമല്ല, ഭീകരവാദത്തിൻ്റെ ഉറവിടത്തെ തേടി പോകുവാനും അവ തച്ചുടയ്ക്കുവാനുള്ള നീക്കങ്ങളുമായി സ്വാതന്ത്ര്യവും രാഷ്ട്രീയ പിന്തുണയും സുരക്ഷാ ഏജൻസികൾക്ക് നൽകുകയുണ്ടായി. എന്നാൽ 2015 മ്യാൻമാറിലും 2016 ഉറി ഭീകരാക്രമണത്തെ തുടർന്നും പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും 2019 നടത്തിയ ബാലക്കോട്ട് വ്യോമാക്രമണം ഉൾപ്പെടെ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വന്തം പ്രദേശത്തോ പുറത്തേക്കുള്ള മണ്ണിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഭാരതവിരുദ്ധ ശക്തികളെ അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയത്. ഇതിൻ്റെ ഭാഗമായി തന്നെ പല സംഘടനകളെയും നിരോധിക്കുകയുണ്ടായി. കൂടാതെ ഭീകരവാദികൾക്ക് സാമ്പത്തികമായി പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലെ UN ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കുവാനും ഇന്ത്യക്ക് സാധിച്ചു. ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ സുരക്ഷ സംബന്ധമായ ആശങ്കകൾ മനസ്സിലാക്കുകയും ഇവ കൂടാതെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുക, കുറ്റവാളികളെ കൈമാറുക തുടങ്ങിയവയിലൂടെ മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യ സഹകരിച്ചും പോരുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലും സമാധാനം ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങൾ സർക്കാർ നടത്തുകയുണ്ടായി. രാജ്യത്തിൻ്റെ അഷ്ടലക്ഷ്മിമാരെന്നാണ് ഈ സംസ്ഥാനങ്ങളെ പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കിലെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാനും മേഖലയിലെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകളും അതിലൂടെ വ്യാപാര വാണിജ്യ സാധ്യതകളും തൽഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി മനസ്സിലാക്കുകയുമാണ് മേഖലയ്ക്ക് അഷ്ടലക്ഷ്മി എന്ന വിശേഷണം അദ്ദേഹം നൽകിയത്. ദശാബ്ദങ്ങളായി അസമനെ മാത്രം ഒഴിവാക്കിയുള്ള സപ്തസുന്ദരി പ്രയോഗത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന വിഭാഗീയതയ്ക്കെതിരെയുള്ള ഉത്തരം കൂടിയായിരുന്നു ഇത്. സമാധാനപൂർണ്ണമായ അന്തരീക്ഷമായിരുന്നു മേഖലയിലെ വികസനത്തിന് ആവശ്യമായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നിരവധി നടപടികൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ മോദി സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ മേഖലയ്ക്ക് പ്രത്യേക സ്ഥാനവും നൽകുകയും ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിലേക്കും മ്യാൻമാർ, തായ്ലൻഡ് തുടങ്ങിയ ദക്ഷിണ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കവാടമായി മേഖലയെ പ്രധാനമന്ത്രി മാറ്റുകയുണ്ടായി. ഒപ്പം മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലകളിലും വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയത്. റോഡ്, റെയിൽ, വ്യോമഗതാഗതങ്ങൾ മെച്ചപ്പെടുത്തുകയും നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലും പരിവർത്തനമുണ്ടാക്കി. വിവിധ ശ്രമങ്ങളുടെ ഫലമെന്നോണം 2015 നാഗ വിമത ഗ്രൂപ്പായ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് SNSCN സർക്കാർ ഒരു സമാധാന കരാർ ഒപ്പുവെക്കുകയുണ്ടായി. 2021 അസമിലെ ഒരു പ്രധാന വംശീയ സമൂഹമായ കാർബികളുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച കർബി ആംഗ്ലോങ് ത്രികക്ഷി കരാറായിരുന്നു മറ്റൊന്ന്.
ഇത് വലിയ മാറ്റമാണ് മേഖലയിൽ സൃഷ്ടിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം മേഖലയിൽ 2014 824 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2022 അത് 201 കുറയുകയും ചെയ്തു. മറ്റൊന്ന് 2019 റദ്ദ് ചെയ്ത ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള കാശ്മീരിൻ്റെ പ്രത്യേക അധികാരമായിരുന്നു. ഒരു വശത്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അത് ഭീഷണി സൃഷ്ടിച്ചു മുന്നോട്ടു പോവുകയായിരുന്നു. മറുവശത്ത് പാക് പിന്തുണയോടെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും ISIയുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും അത് നിലമൊരുക്കുകയും ചെയ്തു. കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക അവകാശങ്ങൾ രാജ്യത്തിനെതിരെ മനോഭാവം വളർത്തുന്നതിനുള്ള സൗകര്യമായി രാജ്യത്തിനകത്തെ പാക് ചൈനീസ് ഏജന്റുമാർ ഉപയോഗിച്ചു പോന്നിരുന്നു. എന്നാൽ പ്രത്യേക അധികാരം അവസാനിപ്പിച്ച് 4 വർഷത്തിനിപ്പുറം കാശ്മീർ ഏറെ മാറിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2022 പുറത്തുവിട്ട കണക്ക് പ്രകാരം 2018 228 ഭീകര ആക്രമണ സംഭവങ്ങൾ കാശ്മീരിൽ അരങ്ങേറിയപ്പോൾ 2022 അത് 125 കുറയുകയും ചെയ്തിട്ടുണ്ട്. 2018 189 ഭീകരവിരുദ്ധ ഓപ്പറേഷൻസ് നടത്തിയപ്പോൾ 2019 102 2022 117 കുറച്ചു. 2019 91 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നപ്പോൾ 2022 അത് 32 കുറയുകയും ചെയ്തിട്ടുണ്ട്. 2018 55 സാധാരണക്കാർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായതെങ്കിൽ 2022 അത് 31 കുറഞ്ഞു. 2018 257 ഭീകരവാദികൾ മരണപ്പെട്ടപ്പോൾ 2022 അത് 187 കുറയുകയും ചെയ്തു. 2017 419 അതിർത്തി ലംഘനങ്ങൾ ഉണ്ടായപ്പോൾ 2018 328 2022 53 കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാശ്മീരിലെ ആഭ്യന്തര സുരക്ഷയിൽ വലിയ മാറ്റമാണ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തെ ഭരണപരമായി വിഭജിക്കുകയും സുരക്ഷയുടെ ഭാഗമായി നിരവധി വിഘടനവാദ സംഘടനകളെയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ മുസ്ലിം ലീഗിൻ്റെ മസ്രത്ത് ആലം വിഭാഗത്തെ UAPA നിയമപ്രകാരം 4 വർഷത്തേക്ക് നിരോധിച്ചത് ഒരു ഉദാഹരണം തന്നെയായിരുന്നു. ഇക്കാലയളവിൽ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്കും കടിഞ്ഞാണിടുകയുണ്ടായി. മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ പോലീസ് സംവിധാനത്തെ ആധുനികവൽക്കരിച്ചതും ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കിയതും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയായിരുന്നു. സുരക്ഷാ കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 50% അധികം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ ചുവപ്പ് ഇടനാഴികളിൽ പ്രത്യേക കമാൻഡോ ബറ്റാലിയന് പുറമെ 70,000-ലധികം അർദ്ധസൈനികരെയും നിയോഗിച്ചു. ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ മാവോയിസ്റ്റ് ആശയങ്ങൾക്കുള്ള വേരോട്ടം കുറയ്ക്കുകയാണ് ചെയ്തത്. കൂടാതെ നോട്ട് നിരോധനം, പുനരധിവാസ പദ്ധതികൾ തുടങ്ങിയ ഭരണപരമായ നയങ്ങൾ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തു. 2017 നടപ്പാക്കിയ സമാധാൻ പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് മാവോയിസ്റ്റുകൾ പുനരധിവാസ പദ്ധതികളുടെ ഭാഗവുമായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം നോട്ട് നിരോധനത്തിന് ശേഷം ആദ്യ 28 ദിവസത്തിനുള്ളിൽ മാത്രം 564 ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിയത്. ഇതുകൂടാതെ ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തന്നെ കണക്ക് പ്രകാരം 2013 വിവിധ ആക്രമണങ്ങളിൽ 159 സാധാരണക്കാരും 111 സുരക്ഷാ ഉദ്യോഗസ്ഥരും 151 മാവോയിസ്റ്റുകളും അടക്കം 421 പേർ കൊല്ലപ്പെട്ടു. 2017 ഇത് 59 സാധാരണക്കാർ, 34 സുരക്ഷാ ഉദ്യോഗസ്ഥർ, 45 മാവോയിസ്റ്റുകൾ എന്നിങ്ങനെ 138 മരണസംഖ്യ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മാവോയിസ്റ്റ് ചുവന്ന ഇടനാഴികളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യവും വികസനമില്ലായ്മയുള്ളിടത്താണ് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് ദശാബ്ദങ്ങളായി ഭാരതീയരെ ധരിപ്പിച്ചു വന്നിരുന്നത് മറിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളിടത്താണ് വികസനമെത്താത്തത് എന്നും കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇന്ത്യ. ഇവയ്ക്ക് പുറമെ രാജ്യത്തെ കര, വ്യോമ, നാവിക സുരക്ഷയ്ക്കും സർക്കാർ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും വിവിധ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് കര, നാവിക, വ്യോമ അഭ്യാസങ്ങൾ നടത്തിയും ഇന്ത്യ കൂടുതൽ കരുത്ത് നേടി. രാജ്യത്തെ ക്രമസമാധാനത്തിന് പുറമെ ദേശീയ സുരക്ഷയുടെ മറ്റ് മേഖലകളിലും രാജ്യം കുതിപ്പ് നടത്തി. അതിൽ പ്രധാനപ്പെട്ട 2 മേഖലയാണ് പരിസ്ഥിതി സംരക്ഷണവും ഊർജ്ജ മേഖലയും. കാലാവസ്ഥാ വ്യതിയാനത്തിനും ഊർജ്ജ മേഖലയ്ക്കും വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഇന്ന് ഉപയോഗിക്കുന്ന ഊർജ്ജ മാർഗ്ഗങ്ങൾ പ്രധാനമായും പരിസ്ഥിതിയുടെ നാശത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഊർജ്ജം കണ്ടെത്തി നിലവിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കുറയ്ക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കൂടി ഭാഗമാണ്. ഈ മേഖലയിൽ ഇന്ത്യ ഇക്കാലയളവിൽ ഒട്ടേറെ മുന്നേറുകയുമുണ്ടായി. പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വിവിധ വിവരങ്ങൾ കൈമാറുന്നതിന് രാജ്യങ്ങളുമായി കരാർ ഒപ്പിടുകയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കായി ഭാരതം വിക്ഷേപിച്ച GSAT-9 സാറ്റലൈറ്റ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ദേശീയ ആരോഗ്യ സുരക്ഷയ്ക്കും സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചും ഭക്ഷ്യസുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൂടെ സ്ത്രീ സുരക്ഷയ്ക്കും മോദി സർക്കാർ പ്രാമുഖ്യം നൽകി വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലയിലും പരസ്പരം സഹകരിക്കുന്നതും വരും കാലത്ത് രാജ്യത്തിന് ഗുണകരമാകുന്നുണ്ട്.